അങ്ങനെ അത് ഫിക്സായി. ഇനി അടുത്തെടുക്കാം. ഫസ്റ്റ് ലെവൽ നോക്കി നമ്മൾ ഫിക്സ് ചെയ്യണം, അല്ലെങ്കിൽ വളഞ്ഞു പോയി കഴിഞ്ഞാൽ പണിയാവും. എനിവേ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുല്ലോ അല്ലേ? എനിക്കിഷ്ടമായി. എന്തായാലും എൻ്റെ ബോൾ നല്ല അടിപൊളിയായിട്ട് നല്ല ക്യൂട്ടായിട്ട് ഫില്ലായിട്ടുണ്ട്. ഹലോ ഗായ്സ്, എൻ്റെ ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ ഇരിക്കുന്നത് എൻ്റെ വീട്ടിലാണ്. വീട്ടിൽ നിങ്ങൾക്കറിയാം, ഏകദേശം എൻ്റെ വീടൊക്കെ പണിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു 2 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ റീസെൻ്റ്ലി ആയിരുന്നു എൻ്റെ വീട് പണിഞ്ഞത്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ ലോക്ക്ഡൗൺ ആയി, എല്ലാം പാക്കായി. അത് കഴിഞ്ഞിട്ട് കല്യാണമായി. അപ്പോൾ കുറേ കാര്യത്തിൽ എനിക്ക് ഇൻകംപ്ലീറ്റ് ആയിട്ടിരിക്കുവാണ്. ഇൻറ്റീരിയർ കുറേ കാര്യങ്ങൾ എനിക്കെന്തോ കുറേ സാധനങ്ങൾ വാങ്ങണം, കുറേ ഡെക്കോർ ചെയ്യാനൊക്കെ ഇൻകംപ്ലീറ്റ് ആയിട്ട് നിൽക്കുമായിരുന്നു. സോ ഈ ഷെഡ്യൂളിൽ ഞാൻ വിചാരിച്ചു എന്തായാലും ഹോം ഡെക്കർ കുറച്ച് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ഒന്ന് വീടൊക്കെ അലങ്കരിക്കാമെന്ന്. അങ്ങനെയാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് പ്ലാൻ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും കാണണ്ടേ ഞാൻ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്, എവിടെ നിന്നാണ്, ഏതൊക്കെ ഐറ്റംസാണ് വാങ്ങിയത്, എത്ര റേറ്റിനാണ് വാങ്ങിയത്, എല്ലാം ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ മീഷോ എന്ന് പറഞ്ഞ ആപ്പിൽ കൂടെയാണ് എനിക്ക് വീട്ടിൽ വേണ്ട ഹോം ഡെക്കറിൻ്റെ ഐറ്റംസ് ഒക്കെ സെലക്ട് ചെയ്തിരിക്കുന്നത്. സെപ്റ്റംബറിൽ മീഷോയിൽ ഒരു ന്യൂ സെയിൽ സ്റ്റാർട്ട് ആകുകയാണ്. മീഷോ മെഗാ ബ്ലോക്ക് ബസ്റ്റർ സെയിൽ. സെപ്റ്റംബർ 23 തൊട്ടിട്ട് സെപ്റ്റംബർ 27 വരെയാണ് ഈ സെയിൽ ഉള്ളത്. 1 കോടിയിൽ മേളിൽ പ്രോഡക്റ്റിന് അപ് ടു 80% ഓഫ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഏതൊക്കെ പ്രോഡക്റ്റ് ആണോ എല്ലാം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് വിഷ് ലിസ്റ്റിൽ ഇട്ട് വെക്കുക. ഈ സെയിൽ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളെല്ലാം പർച്ചേസ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് വേണമെങ്കിൽ വേഗം തന്നെ എന്താ ചെയ്യേണ്ടത്, മീഷോ ആപ്പ് ഡൗൺലോഡ് ചെയ്തു കേട്ടോ. മീഷോയിൽ നിന്ന് ആദ്യത്തെ എൻ്റെ ഹോം ഡെക്കോർ പ്രോഡക്റ്റ് ഞാൻ സെലക്ട് ചെയ്തത് ഇതാണ്. ഫസ്റ്റ് പ്രോഡക്റ്റ് എൻ്റെ ട്രെൻഡി വാൾ ക്ലോക്കാണ്. ഈ ക്ലോക്കിന് കുറേ ചെറിയ ചെറിയ ഐറ്റംസ് ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ ഫിക്സ് ചെയ്യുന്നതാണ്. എൻ്റെ ആക്ച്വലി കിച്ചണിൽ നിന്ന് എപ്പോഴെങ്കിലും നമുക്കൊന്ന് സമയം നോക്കണമെങ്കിൽ ഡയറക്റ്റ് ഒന്നും നോക്കാനായിട്ട് കുറച്ച് പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് ഒരു വൈറ്റ് കളർത്തെ നല്ലൊരു വലിപ്പമുള്ള ഒരു വോളുണ്ട്. അപ്പോൾ ആ വോളിലേക്ക് ഒരു ബ്ലാക്ക് കളർത്ത് വരുമ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ബ്ലാക്ക് ക്ലോക്ക് സെലക്ട് ചെയ്യാൻ കാരണം. ഇതിൻ്റെ കുറേ ചെറിയ ചെറിയ ഇങ്ങനെ പ്രോഡക്ട്സ് ഇങ്ങനെ നമുക്കിങ്ങനെ ഡെക്കോർ ചെയ്യാനായിട്ടുണ്ട്. ഇങ്ങനെ വൈഡായിട്ട് ഹ്യൂജായിട്ട് വലിയ വോളിലൊക്കെ നല്ല ഭംഗിയുണ്ടാവും. അതുമാത്രമല്ല പിന്നെ നമുക്ക് ഇത് വലിയതായിട്ട് ആണിയൊന്നും തറയ്ക്കണ്ട. അതായത് നമുക്ക് ഊരിയിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്താൽ മാത്രം മതി. ഇതിൻ്റെ വില എത്രയാണെന്ന് അറിയണ്ടേ? വെറും 338 റുപ്പീസ്, അത്രയേ ഉള്ളൂ. ഇതുകൊണ്ട് ഞാൻ ഇനി എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ ഇതാണ് എൻ്റെ വൈറ്റ് വോൾ എന്ന് പറയുന്നത്. കുറച്ച് വൈഡ് വോളാണ്, ഹൈറ്റൊക്കെ ഉള്ള വോളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഇവിടെ ഇങ്ങനെ ഏകദേശം ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവും എന്ന് തോന്നുന്നു. അങ്ങനെ അത് ഫിക്സായി. ഇനി അടുത്തെടുക്കാം. ഓക്കെ, അങ്ങനെ ഫൈനലി എൻ്റെ ഈ വോൾ ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞു. നല്ല അടിപൊളിയായിട്ടുണ്ടെന്നാണ് എനിക്ക് വിഷ്വലി തോന്നുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നതെന്ന് അഭിപ്രായം കമൻസിലൊക്കെ പറയണം. ബട്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നല്ല ഭംഗിയായിട്ടുണ്ട്. ഓക്കെ, അതുമാത്രമല്ല ഈ ഒരു വോൾ എനിക്ക് കുറച്ചും കൂടി ഡെക്കോർ ചെയ്യാനുണ്ട്. കാരണം ഇത് ഞാൻ എൻ്റെ മെയിൻ വീട്ടിലത്തെ ഒരു ഒരു വോളാണ്, മെയിൻ ബിഗ് വോളാണ്. അപ്പോൾ അത് ഈ ഒരു ക്ലോക്കിൽ മാത്രമേ ഒതുക്കുന്നില്ല. മീഷോയിൽ ഞാൻ വേറൊരു പ്രോഡക്റ്റും സെലക്ട് ചെയ്തിട്ടുണ്ട് ഡെക്കോർ ചെയ്യാനായിട്ട്. ആ പ്രോഡക്റ്റ് ഞാൻ കാണിക്കാം, ഞാൻ ഫിക്സും ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, ഇനി അടുത്തത് ട്രൈബൽ വുമൺ ഡെക്കോർ വോൾ ഹാങ്ങിങ്സ്. ഇത് ഫുൾ ട്രൈബൽ വുമൻ്റെ ഓരോരോ ഇതാണ്, സ്ട്രക്ചറാണ് കേട്ടോ. ഇതും ഇങ്ങനെ വോളിൽ സ്റ്റിക്ക് ചെയ്യാനും ഡെക്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ക്ലോക്കിൻ്റെ അവിടെ ആ വോൾ വലിയ വോളാണ് വച്ചിരിക്കുന്നത്. അവിടുത്തത് ആ വോളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫില്ല് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? അപ്പോൾ ആ ഫില്ല് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ട്രൈബൽ വുമൻസിൻ്റെ കുറച്ച് കളക്ഷൻസ് ഞാൻ മീഷോയിൽ നിന്ന് ആപ്പിൽ നിന്ന് എടുത്തത്. and എനിക്കിത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. ഇതിൻ്റെ വില എത്രയാണെന്ന് അറിയണ്ടേ? 234 റുപ്പീസ് മാത്രം. പക്ഷേ ഇത് ഒരു വൈറ്റ് വോളിലോ അല്ലെങ്കിൽ കളർഫുൾ വോളിലും നല്ലതായിരിക്കും. പക്ഷേ എനിക്ക് വൈറ്റ് വോളിൽ തന്നെ ഇത് വെക്കണം.
എത്ര ഭംഗി ഉണ്ടാവും എന്നുള്ളത് നമുക്കിനി സ്റ്റിക്ക് ചെയ്തിട്ട് കണ്ടിട്ട് നോക്കാം. ഫസ്റ്റ് ലെവൽ നോക്കി നമ്മൾ ഫിക്സ് ചെയ്യണം, അല്ലെങ്കിൽ വളഞ്ഞു പോയി കഴിഞ്ഞാൽ പണിയാവും. ഓക്കെ, ഇത് ലെവലായി. ഇപ്പം എൻ്റെ സുന്ദരി ഈ ഒരു ലേഡി ഇവിടെ ഞാൻ ഏകദേശം വെച്ചു. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒട്ടിച്ചു. സോ ഏകദേശം ഒരു ക്രോസ് മോഡലാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ക്ലോക്കും ഇങ്ങനെ ഒരു വോളിൽ ഇങ്ങനെ വന്നപ്പം നല്ലതായിരിക്കണം, നല്ലതാണ്. എങ്ങനെയുണ്ടെന്ന് കമൻസ് പറയണം കേട്ടോ, ഇഷ്ടപ്പെട്ടോ ഈ ഒരു ഡെക്കറേഷൻ ചെയ്തത്. അടുത്തത് മീഷോയിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്തത് ഷൂ റാക്കാണ്. ഷൂ റാക്ക് എത്രത്തോളം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം, കാരണം ഞാൻ ഒരു ആക്ട്രസ് ആയതുകൊണ്ട് എനിക്ക് കുറേ ഹീൽസും കുറേ ഷൂ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീട്ടിലത്തെ ഒരു ഐറ്റമാണ് ഷൂ റാക്ക്. സോ അതിനിപ്പോൾ ഓൾറെഡി പുറത്ത് ഞാൻ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിക്കാം എവിടെയാണ്. ഞാൻ പുറത്താണ് വെച്ചിരിക്കുന്നത്, അപ്പോൾ ഞാൻ കാണിച്ചു തരാം എവിടെയാണ് എങ്ങനെ വെച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ എൻ്റെ ഹീൽസൊക്കെ ഞാൻ ഒന്ന് വെക്കാണ്. ഇതാ ഇവിടെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3 എണ്ണം പോകുമെന്ന് തോന്നുന്നു. അപ്പം ഇതെൻ്റെ ഷൂ, ഒരു ഷൂ ഇതാ ഇങ്ങനെ വെക്കാം കേട്ടോ. താരം വേണമെങ്കിൽ വെക്കാം, എങ്ങനെ വേണമെങ്കിലും വെക്കാം. ഇപ്പം തൽക്കാലം ഞാൻ ഇത്ര കൊണ്ടുവന്നുള്ളൂ. അപ്പോൾ ഏകദേശം ഇങ്ങനെയാണ്. പിന്നെ നമ്മുടെ ആവശ്യം കഴിഞ്ഞ ശേഷം ഇത് അടച്ചിട്ട് സിബിട്ട് വെക്കാം. അങ്ങനെ എൻ്റെ സിമ്പിൾ ക്യൂട്ടായിട്ടുള്ള ഷൂ റാക്ക് റെഡിയാണ്. ഇതിൻ്റെ റേറ്റ് വെറും 538 റുപ്പീസ് മാത്രമാണ്. മീഷോയിൽ ഇത് അവൈലബിൾ ഉണ്ട്. ബ്ലാക്ക് ചൂസ് ചെയ്യാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീട് ഫുള്ളായിട്ട് ഒരു ഗ്രേ ഒരു വൈറ്റ് കോംബോ ആണ്. അത് കാരണമാണ് ഞാൻ ബ്ലാക്ക് കളർ, ഗ്രേ കളർ, വൈറ്റ് കളർ അങ്ങനത്തെ കളേഴ്സൊക്കെ ചൂസ് ചെയ്തത്. എനിവേയ്സ്, ഐ ലവ് ദിസ് പ്രോഡക്റ്റ്. അടുത്തത് ഞാൻ കാണിക്കുന്നത് മീഷോയിൽ നിന്ന് സെലക്ട് ചെയ്തത് ഈ വോൾ ഹാങ്ങിങ് ആണ്. നല്ല ത്രെഡ് വെച്ചിട്ട് പിരിച്ചിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇത് ഞാൻ കുറേ റെസ്റ്റോറൻറ്റ്സ്, കുറേ വലിയ വലിയ വീട്ടുകളിലൊക്കെ ഇങ്ങനെ ഇൻറ്റീരിയറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവരിങ്ങനെ ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു വോളിൽ പ്ലെയിൻ വൈറ്റ്, ഇങ്ങനത്തെ വൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഡെക്കോർ ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പീസാണിത്. അപ്പോൾ ഇതിൻ്റെ വില എത്രയാണെന്ന് അറിയണ്ടേ? 367 ഒള്ളി. ഇത്ര ചെറിയ എമൗണ്ടിൽ നമുക്ക് വീട് അലങ്കരിക്കാൻ പറ്റുന്നത് എത്ര നമുക്ക് മിസ് ചെയ്യാൻ പാടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ മിസ് ചെയ്യില്ല. അങ്ങനെ മീഷോയിൽ നിന്ന് കുറേ പ്രോഡക്റ്റ്സ് എടുത്തു. അങ്ങനെ ഇനി ഇത് നമുക്ക് ഫിക്സ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത് കാണാം. എന്നിട്ട് നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണ് ഇഷ്ടം, നിങ്ങൾ ഏതാണ് വാങ്ങാൻ താല്പര്യപ്പെടുന്ന എല്ലാം കമൻറ്റിൽ പറയണം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്കിത് ഡെക്കോർ ചെയ്തിട്ട് നോക്കാം. പക്ഷേ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു പറ. ആക്ടിങ്, ഡയറക്ഷന്, ഇതായിരിക്കുന്നു, ഇൻറ്റീരിയർ, ഫാഷൻ ഡിസൈനിങ്. എനിവേ, ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുല്ലോ അല്ലേ? എനിക്കിഷ്ടമായി. എന്തായാലും എൻ്റെ ബോൾ നല്ല അടിപൊളിയായിട്ട് നല്ല ക്യൂട്ടായിട്ട് ഫില്ലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ കൂടി ഇവിടെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയൊക്കെ വെച്ച് ഈ ഒരു ബോൾ അങ്ങ് സെറ്റ് ചെയ്യും. അപ്പോൾ എങ്ങനെയുണ്ട്? അങ്ങനെ ഫ്രണ്ട്സ്, മീഷോയിൽ നിന്ന് വാങ്ങിയ പ്രോഡക്റ്റ്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം, കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ കമൻസൊക്കെ എന്തായാലും തരണം കേട്ടോ. ഇഷ്ടപ്പെട്ടാലും പെട്ടിയില്ലെങ്കിലും എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് എനിക്കും ചെയ്യാമല്ലോ. അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടിയെങ്കിൽ അത് എനിക്ക് എത്ര സന്തോഷമല്ലേ. ഓക്കെ, ഈ പ്രോഡക്റ്റ്സ് എല്ലാം ഭയങ്കര റീസണബിളാണ്. ഇപ്പം പൊതുവേ എല്ലാവരും വീടൊക്കെ പണിയും, പക്ഷേ ഇൻറ്റീരിയർ കാര്യങ്ങൾക്കൊക്കെ പൊതുവേ എല്ലാവരും ഇൻറ്റീരിയർ ഡിസൈനർക്ക് അങ്ങ് ഫുള്ളായിട്ട് ഏൽപ്പിക്കാറാണ് ചെയ്യാറ്. പക്ഷെ അങ്ങനെ കൊടുക്കാത്ത കുറേ പേരൊക്കെ ഉണ്ട്. അവർക്ക് സെൽഫായിട്ട് തന്നെ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള കുറേ പേരുണ്ട്. അതിൽ ഒരാളാണ് കേട്ടോ ഞാൻ. എനിക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഇഷ്ടമാണ് ഇങ്ങനെ തന്നെ ചെയ്യാനും. പക്ഷേ ഇൻറ്റീരിയർ ഡിസൈൻ ഒക്കെ ചെയ്യുന്ന ടീംസിനോടും ഞാൻ കണക്റ്റഡ് ആയിട്ട് ഇരിക്കാറുണ്ട്. കാരണം പല എക്സ്പീരിമെൻറ്റ്സും പല രീതിയിലും വീട് ഭംഗിയാക്കാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ. അപ്പം ഈ വട്ടം പർച്ചേസ് ചെയ്ത് മീഷോയിൽ നിന്ന് ഡെക്കോർ പർച്ചേസ് ചെയ്തതിൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ഇനി അധികം വെയിറ്റ് ഒന്നും ചെയ്യണ്ട, വേഗം മീഷോയിൽ പോയിട്ട് ഇഷ്ടമുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ സെലക്ട് ചെയ്യും കേട്ടോ. ഈ എപ്പിസോഡ് ഇനി ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത നെക്സ്റ്റ് എപ്പിസോഡ് നല്ല മനോഹരമായിട്ട് ടോപ്പിക്കായിട്ട് ഞാൻ വരാം. ടിൽ ദെൻ ബൈ.